അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. LD ക്ലർക്കിന്റെ ഷോർട്ട് ലിസ്റ്റ് ഓരോ ജില്ലയിലെയും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ ജില്ലാടിസ്ഥാനത്തിൽ ഓരോ ജില്ലയിലും ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് കട്ട് ഓഫ് മാർക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഞാൻ രാവിലെ ഇന്ന് ഞാൻ ഇതുവരെ വന്നിട്ടുള്ള ജില്ലകളുടെ എല്ലാം തന്നെ ഷോർട്ട് ലിസ്റ്റിൽ എത്ര പേരുണ്ട്, അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്നതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ, ഓരോ ജില്ലയിലുമുള്ള ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം മനസ്സിലാക്കണം, ആ ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്ന് ഷോർട്ട് ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഓരോ ജില്ലയിലുള്ള ഉദ്യോഗാർത്ഥികൾ തങ്ങൾക്ക് ലഭിച്ച മാർക്കിനെ കുറിച്ച്, അതായത് LDC പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ അവർക്ക് എത്ര മാർക്ക് കിട്ടുമെന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ടായിരിക്കും അല്ലെ. അപ്പോൾ അങ്ങനെ ധാരണയുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങൾക്ക് ഈ കട്ട് ഓഫ് മാർക്ക് ഓരോ ജില്ലയുടെയും വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ കട്ട് ഓഫ് മാർക്കിനേക്കാളും കൂടുതൽ മാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ കട്ട് ഓഫ് മാർക്ക് നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന മാർക്ക് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് ഉറപ്പുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ട് എങ്കിൽ, എന്നിട്ടും തങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പരാതി സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തെങ്കിലും ക്ലറിക്കൽ മിസ്റ്റേക്കുകൾ കൊണ്ട് നിങ്ങൾ ഒരു പക്ഷേ ഷോർട്ട് ലിസ്റ്റിൽ വന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ജോലി എന്ന ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇല്ലാതാവുന്നത്. അതുകൊണ്ട് തന്നെ ഷോർട്ട് ലിസ്റ്റിൽ ഇല്ല എന്ന് വിചാരിച്ച് ഒരു ഉദ്യോഗാർത്ഥി പോലും വിഷമിക്കേണ്ട ആവശ്യമില്ല. തങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റിൽ എത്താനുള്ള മാർക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഷോർട്ട് ലിസ്റ്റിൽ വരാനുള്ള ഒരു വഴിയുണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ OMR ഷീറ്റിന് അപേക്ഷ സമർപ്പിക്കണം. OMR ഷീറ്റ് അപേക്ഷ സമർപ്പിച്ചാൽ നമുക്ക് 15 ദിവസം കൊണ്ട് OMR ഷീറ്റ് നമുക്ക് ലഭ്യമാവുന്നതാണ്. ആ OMR ഷീറ്റ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കൃത്യമായിട്ടും LDC പരീക്ഷയ്ക്ക്, LD ക്ലർക്ക് പരീക്ഷയ്ക്ക് എത്ര മാർക്ക് ഉണ്ട് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾക്ക് OMR ഷീറ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ OMR ഷീറ്റും കട്ട് ഓഫ് മാർക്കും കൂടി, കട്ട് ഓഫ് മാർക്ക് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് വന്നു കട്ട് ഓഫ് മാർക്ക് കൃത്യമായിട്ട് അറിയാം. OMR ഷീറ്റിൽ തങ്ങൾക്ക് ലഭിച്ച OMR ഷീറ്റിൽ തങ്ങളുടെ മാർക്കും അറിയാം. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥിയും തങ്ങൾക്ക് ലഭിച്ച മാർക്ക് കട്ട് ഓഫ് മാർക്കിനേക്കാളും കൂടുതലുണ്ട് എങ്കിൽ ഈ OMR ഷീറ്റും ആപ്ലിക്കേഷൻ ഫോം, അതായത് തങ്ങൾക്ക് ഈ പരീക്ഷ LD ക്ലർക്ക് പരീക്ഷ എഴുതിയപ്പോൾ തങ്ങൾക്ക് കട്ട് ഓഫ് മാർക്കിനേക്കാളും കൂടുതൽ മാർക്കുണ്ട്, എന്നിട്ടും തങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു പരാതി സമർപ്പിച്ചാൽ കൂട്ടിച്ചേർക്കൽ വിജ്ഞാപന പ്രകാരം തങ്ങളെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതാണ്. അത് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ബാധകമാണ്. അപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ വരാത്ത ഉദ്യോഗാർത്ഥികൾ, തങ്ങൾക്ക് മാർക്ക് ഇല്ല അല്ലെങ്കിൽ തങ്ങൾക്ക് ഇനി LD ക്ലർക്ക് എഴുതാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികൾ ധാരാളം ഉണ്ട്. ഇനി അടുത്ത LDC ആകുമ്പോഴത്തേക്ക് ഏജ് ഓവർ ആകുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ പരീക്ഷ എഴുതിയിട്ട് മാർക്ക് ഉണ്ടായിട്ടും ഷോർട്ട് ലിസ്റ്റ് വരാത്ത ഉദ്യോഗാർത്ഥികളോ അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ ഷോർട്ട് ലിസ്റ്റിൽ വരാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് OMR ഷീറ്റ് എടുപ്പിച്ച് നോക്കാം. നിങ്ങളുടെ മാർക്ക് വെരിഫൈ ചെയ്യാം. മാർക്ക് വെരിഫൈ ചെയ്തതിന് ശേഷം കട്ട് ഓഫ് മാർക്കിനേക്കാളും കൂടുതൽ മാർക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പരാതി സമർപ്പിക്കാവുന്നതാണ്. പരാതി സമർപ്പിച്ചാൽ നിങ്ങളുടെ പരാതി സത്യസന്ധവും നീതിയുക്തവുമാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ കൂട്ടിച്ചേർക്കൽ വിജ്ഞാപന പ്രകാരം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി വീണ്ടും ലിസ്റ്റ് ഇടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഉദ്യോഗാർത്ഥിയും നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് എത്രയാണ് എന്ന് ഒരിക്കൽ കൂടി കാൽക്കുലേറ്റ് ചെയ്യുക. എല്ലാ ജില്ലയിലും, ഇത് ഒരു ജില്ലയല്ല, കേരളത്തിലെ എല്ലാ ജില്ലയിലുമുള്ള ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും പല ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഷോർട്ട് ലിസ്റ്റ് നോക്കും, തങ്ങളുടെ പേരില്ല. അപ്പോൾ അവരെന്നാ ചെയ്യും, തങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് വരാനുള്ള സാധ്യതയില്ല അല്ലെങ്കിൽ തങ്ങൾക്ക് അതിനുള്ള മാർക്ക് ഇല്ല എന്ന കണ്ട് അവർ അതിൽ നിന്ന് പിന്മാറി പിന്നെ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന ഒരു സാഹചര്യ സ്ഥിതിവിശേഷമാണ് കാണാൻ സാധിക്കുന്നത്. അത് തെറ്റായ ഒരു പ്രവർത്തനമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ തങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റിൽ വരുന്ന കട്ട് ഓഫ് മാർക്ക് എടുത്തു നോക്കിയിട്ട് തങ്ങൾക്ക് അതിനുള്ള കട്ട് ഓഫ് മാർക്ക് ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പരാതി സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ഇത് വ്യക്തമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇനി ആരെങ്കിലും അങ്ങനെ ഉദ്യോഗാർത്ഥികൾ കട്ട് ഓഫ് മാർക്ക് ഉണ്ടായിട്ടും ഷോർട്ട് ലിസ്റ്റിൽ വരാത്ത ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പരാതി സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ട നടപടിക്രമങ്ങളും കാര്യങ്ങളുമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ഇനി അഥവാ മാർക്ക് ഉണ്ടായിട്ടും ഷോർട്ട് ലിസ്റ്റ് വരാത്തവരും ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ട് വരാത്ത ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾ ഉണ്ട് എങ്കിൽ
നിങ്ങൾ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അവർക്കും കൂടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ട്. അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ എത്തിയ ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്കൊരു മാതൃകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയാൻ വയ്യാത്ത കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ എത്തിച്ചു കൊടുക്കാൻ നമ്മുടെ അക്കാഡമി വഴിയുള്ള ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.